സാധു സംരക്ഷണം നടത്തുന്നവരെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നു. വ്യക്തി സംസ്കരണത്തിലും സമൂഹ സംസ്കരണത്തിലും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട ഈ നാടിന്റെ അടിസ്ഥാന വർഗത്തെയാണ്. ഇവിടെ ക്യാമ്പ് നിങ്ങൾ ആലോചിച്ചു, നമ്മളിവിടെ ഒരു 10,500 1600 ആളുകൾ എടുത്തു എന്നാ പറഞ്ഞത്. ഈ ആളുകൾക്കൊക്കെ ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്താ? ഇവിടെ ഒരു 5 രൂപയെങ്കിലും 5 രൂപ ഇവിടെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞതെന്താ? ഇന്നൊരു ഞായറാഴ്ച എടവണ്ണപ്പാറ പോയി കൂടിയാലോ അത് കുട്ടികൾ പഠിച്ചെടുക്കൂല എന്നുള്ള ധാരണ കൊണ്ടാണ്. കൃത്യത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ വരാനും പല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആഗ്രഹമുള്ള, മതപരമായി നമ്മളെപ്പോലെ കുപ്പായമിട്ട് നടക്കാൻ ആഗ്രഹമുള്ള, മതപരമായി നമ്മളെപ്പോലെ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള, മാന്യമായി കുപ്പായം ധരിച്ച് നടക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പാവങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഇവന് ഈ മതം വേണ്ടേ? ഇവന് ഈ ഒന്നാമത്തെ ജമാഅത്ത് വേണ്ടേ? അവന് ഈ ഒന്നാം സ്വപ്പ് വേണ്ടേ? അവന് മതപ്രബോധനത്തിൽ കേൾക്കണ്ടേ? ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കാളികളാവട്ടെ. ഇവരോടൊന്നും മതം പറഞ്ഞാൽ അത് തലയിൽ കയറിക്കൊള്ളണമെന്നില്ല. മതരംഗത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ നമസ്കരിക്കുമ്പോൾ അവിടെ പോയി വിശന്നിട്ട് ബോധം കെട്ട് വീണിരുന്നു. എപ്പിലെപ്സി ഉണ്ടായവനെ പോലെ കിടന്ന് ഇങ്ങനെ ഇളകി പറഞ്ഞിരുന്നു അബൂ ഹുറൈറ. ആളുകൾ പറയുന്നു അബൂ ഹുറൈറക്ക് ജുനൂനാണ്, ഭ്രാന്താണ് എന്ന്. അബൂ ഹുറൈറ പറയുന്നു എനിക്ക് വിശപ്പായിരുന്നു, ഭ്രാന്തല്ല എന്ന്. ആ കോലത്തിൽ പട്ടിണി കിടന്ന് തളർന്നു വീണാലും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്നേഹിക്കുവാനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനും കരുത്തുള്ള ആളുകളൊന്നും നമ്മുടെ സമൂഹത്തിലില്ല. പട്ടിണി കിടക്കുമ്പോൾ അവിടെ നിന്ന് ബാങ്കുവിളിയുടെ ശബ്ദമല്ല, വയറിന്റെ ഉള്ളിൽ നിന്നുള്ള പാമ്പന്റെ ശബ്ദമാണ് ഇവരെ പ്രശ്നമാക്കുന്നത്. ഈ തരത്തിലുള്ള മനുഷ്യന്മാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മളുടെ ഖുർആനിനെ സാക്ഷാത്കരിക്കുവാൻ, ഖുർആനിന്റെ ആദർശത്തിനെ മനുഷ്യവൽക്കരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇതല്ലാത്ത കാലത്തോളം നമ്മൾ ഈ സംസ്കരണം എന്ന് പറഞ്ഞ് വളരെ ജാടയോടുകൂടി നടന്നതുകൊണ്ടായില്ല. പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവൻ, പാവങ്ങൾക്ക് വേണ്ടി ആഹാരം കൊടുക്കാൻ തയ്യാറാവാത്തവൻ, പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ തയ്യാറാത്തവൻ, ഒരു നാട്ടിൽ ഒരു പട്ടിണിക്കാരനുണ്ടെങ്കിൽ ആ നാട്ടുകാരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നതല്ല എന്ന് അല്ലാഹു തആല ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഖുർസിയായ ഹദീസാണ്. ഒരു നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുണ്ടെങ്കിൽ ആ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കാൻ നാട്ടുകാർക്ക് കഴിയുന്നിട്ടും അദ്ദേഹം പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ നാട്ടുകാരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഞാൻ ആളല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഈ താക്കീത് കേൾക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? നമുക്കിവിടെ സംഘടന വളരണം, നമുക്കിവിടെ മുസ്ലിം സമുദായം വളരണം, ഈ നാട്ടിൽ ഇസ്ലാമിന്റെ സംരക്ഷണം നമുക്ക് കൈവരണം. ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ വെച്ചു കിട്ടണം. ഇതൊക്കെ നമ്മളുടെ വിളിയാളങ്ങളാണ്, നമ്മളുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ പ്രമേയങ്ങളാണ്, നമ്മുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളുമാണ്. നമ്മൾ തയ്യാറുണ്ടോ? സമ്പത്ത് സാധാരണക്കാരനിറക്കുകയും അല്ലാഹു തആല അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് സ്വത്തുമായി വന്നപ്പോ സഹാബിമാരെ ചുരുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടും നമുക്ക് കുറച്ച് കോള്. അബൂ ഉബൈദത്ത് ബഹ്റൈനിൽ നിന്ന് കുറെ കൊടുത്തിട്ട് നമുക്കൊക്കെ നബി വീതിച്ചു തരും. നബി പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും, സന്തോഷിക്കുക. പക്ഷേ നിങ്ങൾക്ക് ധനമുണ്ടാകുന്നതല്ല എന്റെ പ്രശ്നം, അതല്ല എനിക്ക് പേടി. മുസ്ലിം സമുദായത്തിനോടാണ് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ നല്ലതും ചീത്തയുമായ നിലനിൽപ്പാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മുസ്ലിം സമുദായമേ, നിങ്ങൾക്ക് പണമുണ്ടാകും, ദരിദ്രന്മാരാകും എന്ന് എനിക്ക് പേടിയില്ല. നിങ്ങൾക്ക് ദുനിയാവ് കൂടുന്നതാണ് എനിക്ക് പേടി, നിങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടുതലാകുന്നതാണ് എനിക്ക് പേടി. മുൻകഴിഞ്ഞ ആളുകൾക്ക് ദാരിദ്ര്യത്തിന്റെ കടമ്പ കടന്ന് സൗകര്യം കൂടിയപ്പോൾ അവർ അല്ലാഹുവിനെ മറന്നു ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലെത്തി. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ കഴിഞ്ഞ സമുദായം നശിച്ചതുപോലെ നിങ്ങൾ നശിക്കും. റസൂൽ സമുദായത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഈ പറഞ്ഞത്. ദാരിദ്ര്യം ഉണ്ടാവണം എന്നല്ല അതിന്റെ അർത്ഥം. ഒരു പാവപ്പെട്ട സഹാബി കീറിപ്പറഞ്ഞ കുപ്പായവുമായി വന്നപ്പോ സഹാബിയോട് ചോദിച്ചു, ചങ്ങാതി നിനക്ക് നല്ല കുപ്പായം ഇടാൻ വകയില്ല, എത്രയുണ്ട് സ്വത്ത്? കുറച്ച് കാലികളുണ്ട്, കുറച്ച് തോട്ടുണ്ട്, കുറച്ച് ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ ഒരു നല്ല കുപ്പായിട്ട് വരണം കേട്ടോ. എന്താ അതിന്റെ അർത്ഥം? നമ്മളുടെ സമ്പത്തിന്റെ അടയാളങ്ങൾ
നമ്മളുടെ ശരീരത്തിലും കുപ്പായത്തിലും വാച്ചുമ്പലും ചെരുപ്പുമ്പലും തുണിയിലും പെരമ്പലൊക്കെ കാണണം. പക്ഷെ അത് കാണുന്നതോടൊപ്പം ഈ നാട്ടിൽ കഷ്ടപ്പെടുന്നവൻ, പണമില്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത ഒരാള്, പണമില്ലാത്തത് കൊണ്ട് ചോർന്നൊലിക്കുന്ന കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരാള്, പണമില്ലാത്തത് കൊണ്ട് വിദ്യാഭ്യാസം മുടക്കിയ ഒരാള്, പണമില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്ന ഒരാള്, പണമില്ലാത്തത് കൊണ്ട് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യം തീർക്കാൻ കഴിയാത്ത ഒരാള് ഉണ്ടാകാൻ പാടില്ല. കാരണം പണം അത് സമൂഹത്തിന്റെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിനുള്ള പണം നിങ്ങളുടെ കബറിന്റെ വക്ക് വരെ മാത്രമേ പോരുകയുള്ളൂ. വക്കിന്റെ ശേഷം നിങ്ങൾ കൊടുത്തു തീർത്ത ചില്ലറ നാണയത്തുട്ടുകൾ, നിങ്ങൾ കൊടുത്ത സകാത്തിന്റെ വിഹിതങ്ങൾ, അത് മാത്രമേ കബറിലേക്ക് നിങ്ങളുടെ കൂടെ പണം പോരുകയുള്ളൂ. ഇസ്ലാം സാമ്പത്തിക രംഗത്ത് നൽകുന്ന ശക്തമായ സംസ്കരണത്തിൻ്റെതാണ് ഈ കൽപ്പനകളാണ് ഈ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇസ്ലാം അനുവദിച്ചതാണ്. തൊഴിലില്ലായ്മയുടെ പേരും പറഞ്ഞ് കലഹിക്കുകയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ റസൂല് വല്ലാത്തതായി കണ്ടിരിക്കുന്നു, അധിക പേരും അതിൽ നഷ്ടകാരികളാണ്. ആ രണ്ട് അനുഗ്രഹങ്ങളാണ് മനുഷ്യന്റെ ഒഴിവ് സമയവും മനുഷ്യന്റെ ആരോഗ്യവും. എന്താ റസൂലി പറയുന്നത്? ഒഴിവ് സമയവും ആരോഗ്യം യുദ്ധം ചെയ്യാൻ പോകണം എന്നുള്ളതല്ല. ഈ ആരോഗ്യം നമ്മൾ ഈ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമ്മളുടെ ഒഴിവ് സമയം നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സാമൂഹ്യ ജീവിതത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. ഒഴിവ് സമയം അങ്ങാടികളിൽ കൂടി മുട്ടുചുരുട്ടി നടക്കാനല്ല റസൂല് പഠിപ്പിച്ചത്. ഈ ആരോഗ്യമുള്ള കാലത്ത് സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തെ അങ്ങാടിയിൽ കൊണ്ടുപോയി തകർക്കാനല്ല അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ശരിക്കും ഒഴിവ് ആരോഗ്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തത്തിനും നാട്ടിനും ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കൽപ്പനകൾ, അതായത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ആ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിലും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കുറെ കൽപ്പനകൾ അള്ളാഹുവിന്റെ റസൂല് നിരന്തരമായി വളരെ ദീർഘമായ നിത്യജീവിതത്തിലെ ലളിതവും വലിയതുമായ ഉപദേശങ്ങളിൽ കൂടി ഒരു മനുഷ്യനെ ആദ്യം വളർത്തിയെടുക്കുകയും ആ മനുഷ്യന്മാർ ഒത്തുചേരുമ്പോൾ കുറെ സത്യം പറയുന്ന ആളെ വളർത്തിയെടുത്തു. ആ സത്യം പറയുന്ന കുറെ ആളുകൾ കൂടുമ്പോ ഒരു സത്യം സ്ഥാപിക്കുന്ന സമൂഹം വളർന്നു വരും. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ക്രമം. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യാനികള് ചർച്ചിലേക്ക് ഇസ്ലാം അവരുടെ ദീൻ മടക്കുകയും അങ്ങാടിയിൽ കണ്ടവാണം ജീവിക്കുകയും ചെയ്ത ഈ അവസ്ഥ പിൽക്കാലത്ത് മുസ്ലിമീങ്ങളിൽ വരാനുള്ള കാരണം ആ ചരിത്രം അങ്ങനെ കേട്ട് ഭൗതിക ചരിത്രം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിൽ സംതൃപ്തി അടയുക, ഇസ്ലാമിക സംസ്കാരത്തിൽ സംതൃപ്തി. അങ്ങനെ സംതൃപ്തി അടഞ്ഞ കുറെ മനുഷ്യന്മാരെയും നമുക്ക് ചരിത്രത്തിൽ കാണാം. നിങ്ങൾ ആലോചിച്ചു, മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു സഹാബിയുടെ ചരിത്രം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സംസ്കാരം കൊണ്ട് എത്ര വരെ എത്താം അല്ലാഹുവിലേക്ക് എന്നുള്ളതിന്റെ തെളിവാണ് മാലിക്. ഒരു സഹാബിയാണ് എന്നതുകൊണ്ടായില്ലല്ലോ അദ്ദേഹത്തിന് മാനുഷികമായ വികാരങ്ങൾ ഉണ്ടായി അദ്ദേഹം വ്യഭിചരിച്ചു പോയി. പക്ഷെ ഇസ്ലാം മാലിക്കിന് ആ മനുഷ്യന് തെറ്റുവരാം. ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചാരിയായ മാലിക് റളിയല്ലാഹു അൻഹു ആ ദുർബല നിമിഷത്തിൽ അദ്ദേഹം അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൽ പ്രവാചകൻ കെട്ടിപ്പടുത്ത ആ സംസ്കരണ ബോധമുണ്ടല്ലോ, ആ അടിത്തറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ലെന്നതിനും മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നതിനും സാക്ഷിയാണ് എന്നുള്ള ആ സംസ്കരണ അടിത്തറ, ആ അടിത്തറമൽ കയറി നിന്നപ്പോൾ ഓർമ്മിച്ചു പോയി, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ. അദ്ദേഹം റസൂലിലേക്ക് നേരിട്ട് കാര്യച്ചില്ല. കാര്യച്ചിട്ട് പറഞ്ഞു, ത്വഹീർനി യാ റസൂലല്ലാഹ്, റസൂലെ എന്നെ ശുദ്ധീകരിക്കുക. എന്റെ ആ സംസ്കരണത്തിൽ എന്നിലുള്ള ആ പരിശുദ്ധിയിൽ കളങ്കം വന്നു. മനുഷ്യനാണ്, മാനുഷികമായ അപാകതകൾ വരും. അദ്ദേഹത്തെ റസൂല് ശുദ്ധിയാക്കാൻ പറയുകയാണ്. പക്ഷെ റസൂലോ അതിനേക്കാളും വലിയൊരു സംസ്കാരത്തിന്റെ ഉസ്താദാണ് പ്രവാചകൻ. സംസ്കാരത്തെ മനുഷ്യന് പഠിപ്പിച്ച ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ പറയുന്നത്, പോമായത് എന്ത് ശുദ്ധിയാക്കണം, പൊയ്ക്കാവുന്നു. ആട്ടിയകറ്റുന്നു കാരുണ്യം. ഇസ്ലാം തെറ്റ് ചെയ്തവരോട് കാണുന്ന കാരുണ്യം ആയത്തിന് ആട്ടിയകറ്റുന്നു. ആയത്ത് തൽക്കാലത്തേക്ക് പോയിട്ട് വീണ്ടും വരുന്നു. റസൂലെ എന്നെ ശുദ്ധിയാക്കണം. വീണ്ടും ആയത്തിന് ആട്ടിയകറ്റുന്നു. മൂന്നാം പ്രാവശ്യവും ആയത്ത് പ്രവാചകനിലേക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി വരികയാണ്. മനസ്സിന്റെ മാറ്റം എന്താണ്?
വ്യഭിചാരിയായ ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല. എന്നെ എറിഞ്ഞു കൊല്ലപ്പെട്ടുകൊണ്ട് ഈ എന്റെ റൂള് ഇവിടെ ഇനി ഈ ശ്വാസം എന്തിന് ഈ ഭൂമുഖത്തുണ്ടാവരുത്. കാരണം അള്ളാഹുവിനോടാണ് കടപ്പാട്. തെറ്റിവിടെ ചെയ്തു പോയെങ്കിലും പ്രവാചകൻ 3-ാം പ്രാവശ്യം വന്നപ്പോൾ ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കുന്നു. നമ്മളൊന്ന് അന്വേഷിച്ചൊക്കെ എന്താ മായതിന് വല്ല കൃക്കുണ്ടോ, തലക്കെന്തെങ്കിലും വെളിച്ചമില്ലായ്മണ്ടോ? ഇല്ല, നോർമലാണ്. ശരി, എന്താണ് തെറ്റ് ചെയ്തത്? ഞാൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തു. മായതിനെ പിടിച്ചു കൊണ്ടുവരിക, അവിടെ നിർത്തുക, അരക്ക് വരെ കുഴിച്ചിടുക, എന്നിട്ട് നിങ്ങളൊക്കെ എറിഞ്ഞുകൊള്ളൂ, മരിക്കട്ടെ മായത്. പ്രവാചകൻ കൽപ്പിക്കുന്നു. കാരണം മായത് തിരിച്ചുപോ. കാരുണ്യവാനായ ഒരു പ്രവാചകന്റെ കരുണയാണ് അവിടെ കാണുന്നത്. പക്ഷെ ആ തിരിച്ചു പോയിട്ടും ആ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ മുമ്പിലും മായത്തിന്റെ ദൈവബോധം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ബോധം കൊണ്ട് മായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്തിനിവിടെ ജീവിക്കണം? മായത്തിന്റെ ഈമാനിന്റെ മുമ്പിൽ, ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ പ്രവാചകന് ഹജ്ജ് നടപ്പാക്കാതിരിക്കാൻ കഴിയുന്നില്ല. പ്രവാചകനും അനുയായികളും വിറക്കുന്ന കൈകളോടെ മായത്തിന്റെ മുറ്റത്ത് അരവരെ പിടിച്ചു നിർത്തി എറിഞ്ഞു കൊന്നു. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ സംസ്കരണം, പശ്ചാത്താപ ബോധം എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്ന്. അതുപോലെയുള്ള ഒരു പെണ്ണ് മാതൃകയാണ് നമുക്കത്. ഒരുപക്ഷെ സഹാബത്തിന്റെ മാതൃകയിലേക്ക് ഉത്തുന്ന ശൃംഖലയിലേക്ക് നമുക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ. ഒരു പെണ്ണ് ആബിദിയാഗോത്രത്തിന്റെ പെണ്ണ് വരുന്നു, ദക്കിനിയാ റസൂലല്ലാഹ്, റസൂലെ ശുദ്ധീകരിക്കണം. പ്രശ്നം എന്താണെന്നോ, അവൾ വ്യഭിചരിച്ചു പോയി. സഹാബിയത്തായ പെണ്ണാണ്. റളിയല്ലാഹു അൻഹാ എന്ന് നമ്മൾ പേര് കേൾക്കുമ്പോൾ ചെല്ലേണ്ടവളാണ്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ആ തെറ്റ് ചെയ്തു പോയെങ്കിലും ആ തെറ്റിന്റെ മുമ്പിൽ തന്റെ മനസ്സിൽ പ്രവാചകൻ കെട്ടിപ്പടുത്ത സംസ്കരണ ബോധമുണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധം. ആ ബോധത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ ആ പെണ്ണിന് സാധ്യമല്ല. വയറ്റിൽ പിടക്കുന്ന കുഞ്ഞുമുണ്ടായിരുന്നു. പ്രവാചകൻ ആ പെണ്ണിനെ വിളിച്ചു പറഞ്ഞു, പെണ്ണ് ഗർഭവതിയാണോ? ആണ്. എങ്കിൽ തിരിച്ചു പോകൂ. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ജീവിച്ചിരിക്കുന്ന കുഞ്ഞുണ്ട്. ആ കുട്ടി തെറ്റുകാരനല്ലല്ലോ. ആ പെണ്ണ് തിരിച്ചുപോയി. മാസങ്ങൾക്ക് ശേഷം ആ പെണ്ണ് തിരിച്ചു വരുന്നു, കയ്യിൽ കാലിൽ കടിക്കുന്ന ഒരു കൈക്കുഞ്ഞുമായിട്ട്. പ്രവാചകരെ, എന്റെ കുഞ്ഞ് എന്നെ കൊന്നാലും എന്റെ കുഞ്ഞിനൊന്നും പറ്റുകയില്ല. ഇതാ കുഞ്ഞ്, നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളൂ, ഞാൻ മരിക്കട്ടെ. സക്കിനിയാ റസൂലല്ലാഹ്. പ്രവാചകൻ പറയുന്നു, ഈ കുഞ്ഞിനെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ, ഉമ്മയായി നീ മരിച്ചുപോയാൽ കുഞ്ഞിന് മുല കൊടുക്കാനും ആ കുഞ്ഞിന് മാതൃത്വത്തിന്റെ ഉമിനീര് ആസ്വദിക്കാൻ സാധ്യമല്ല. പെണ്ണെ, തിരിച്ചുപോ. ആ കുഞ്ഞ് ഭക്ഷണം കഴിച്ചു തുടങ്ങട്ടെ, ഉമ്മയെ ആവശ്യമില്ലാതെ ആവട്ടെ, എന്നിട്ടാവാം. ആ പെണ്ണ് തിരിച്ചു പോകുന്നു. അവസാനം ആ പെണ്ണ് തിരിച്ചു വരുന്നത് 2 വർഷത്തിന് ശേഷമാണ്. കുട്ടിയുടെ കയ്യിൽ ഒരു അപ്പക്കണ്ണം കുട്ടി കടിച്ചിരുന്നു, ചവക്കുന്നു. പ്രവാചകൻ, ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വിശ്വാസത്തിന്റെ പരീക്ഷണ ഘട്ടമാണിത് പ്രവാചകന്റെ മുമ്പിൽ, പ്രവാചകനും സഹാബത്തിനും ഈ പെണ്ണിനും. പക്ഷേ സഹാബത്തിന്റെയും പ്രവാചകന്റെയും നിറഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ മരിക്കാൻ തയ്യാറായ ഒരു മുസ്ലിമത്തായ പെണ്ണായിട്ടാണ് ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ആ പെണ്ണ് നിലനിൽക്കുന്നത്. ഈ കുട്ടിയെ നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളൂ. ഒരു സഹാബിയുടെ കയ്യിൽ പ്രവാചകൻ ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പെണ്ണ് പിൻവാങ്ങിക്കൊണ്ട് പെണ്ണിനെ ആളുകൾ കുഴിച്ചിടുന്നു അരക്ക് വരെ. എന്നിട്ട് ഹജ്ജ് നടപ്പാക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിവാഹിതയായ പെണ്ണിനെ എറിഞ്ഞു കൊല്ലണമെന്നത്. നോക്കൂ നിങ്ങൾ, ആ പെണ്ണിനെ എറിഞ്ഞു വന്നപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഒരു തുള്ളി രക്തം വരികയാണ്. ഖാലിദ് പറഞ്ഞുപോയി, ആ ചീത്ത പെണ്ണിന്റെ രക്തം എന്റെ ശരീരത്തിലായല്ലോ എന്ന്. പ്രവാചകൻ പ്രതികരിക്കുന്നു, ഖാലിദ് പറയരുത്. ഈ ഒരു പെണ്ണിന്റെ രക്തം, ഈ ഒരു പെണ്ണ് ചെയ്ത പശ്ചാത്താപം മദീനത്തുള്ള ഈ സഹാബിമാർക്ക് മുഴുവനും വീതിച്ചു കൊടുത്താൽ അത് മതിയാകുമായിരുന്നു നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടാൻ. അതിന് മാത്രം ആകാശലോകം പോലും വിറച്ച ഒരു പശ്ചാത്താപത്തിന്റെ ഉടമയാണ് ഈ പെണ്ണ്. എവിടുന്ന് കിട്ടി ഈ പശ്ചാത്താപ ബോധം? അതാ മനുഷ്യന്റെ മനസ്സിൽ നമ്മളൊക്കെ ഇങ്ങനെ പടുത്തുയർത്തിയ സംസ്കരണ ബോധം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ബോധമാണ് യഥാർത്ഥത്തില് ഈ പെണ്ണിനെ ഈ കോലത്തിലേക്ക് എത്തിച്ചത്. ആ ബോധത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങൾ നോക്കൂ നിങ്ങൾ. അബൂബൈദ താഊൻ അംവാസ്, ചരിത്ര പ്രസിദ്ധമായ അബൂബൈദത്തുൽ ജറാഹ് അംവാസില് കോളറ പിടിപെട്ട കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അബൂബൈദത്തുൽ ജറാഹ് അവിടെ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. മരിക്കുമെന്ന് അബൂബൈദത്ത് മനസ്സിലാക്കി. കോളറ ഇതാ എത്തിക്കഴിഞ്ഞു, എന്നെ പിടികൂടും. അബൂബൈദത്ത് മനസ്സിലാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ, മദീനയിലിരുന്ന് ഖലീഫക്ക് അബൂബൈദത്തിനെ പോലെയുള്ള ഒരു മഹാനായ മനുഷ്യൻ കോളറ പിടിപെട്ടുകൊണ്ട് മരിച്ചാൽ മുസ്ലിം സമുദായത്തിനുള്ള ആഘാതം ചില്ലറയായിരിക്കില്ലെന്ന് മനസ്സിലാക്കി അബൂബൈദത്തിന് ഒരു കത്ത് ഉമർ റളിയല്ലാഹു അൻഹു
എന്താണ് കത്തിയിരുന്നത്? ഈ കത്ത് കിട്ടിയ ഉടൻ ഈ കത്ത് തിരിച്ചു ചുരുട്ടാൻ പോലും സമയം കൊടുക്കാതെ തിരിച്ച് മദീനയിലേക്ക് വരണം, സൈന്യങ്ങൾ അവിടെ നിൽക്കട്ടെ, കമാൻഡറാണ് അബൂ ഉബൈദത്ത്. ഈ കത്ത് കിട്ടിയവിടെ ഈ കത്ത് വായിച്ച് ചുരുട്ടാൻ പോലും സമയമുണ്ടാകുന്നതിന് മുമ്പ് മദീനയിലേക്ക് തിരിച്ചു വരൂ, അബൂ ഉബൈദത്തിന് മദീനയിൽ തലസ്ഥാന നഗരിയിൽ ആവശ്യമുണ്ടെന്ന്. കാരണം അബൂ ഉബൈദത്തിന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബിന് ആവശ്യം. അബൂ ഉബൈദ ആ കത്ത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എനിക്കറിയാം ഖലീഫ തിരിച്ചു വരാൻ പറയുന്നത് എന്റെ ജീവൻ രക്ഷിക്കാനാണ്. എന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധത്തിനയച്ച ഈ പടയാളികളെ, എന്റെ കീഴിലുള്ള ഈ അനുയായികളെ ഇവിടെ വിട്ടുകൊണ്ട് മരണത്തിൽ നിന്ന് ഞാൻ ഖലീഫയുടെ നാട്ടിലേക്ക്, മുസ്ലിം കേന്ദ്രത്തിലേക്ക് തിരിച്ചു പോവുക എന്നത് സ്വാർത്ഥതയാണ്, ചെയ്യില്ല, ഞാൻ പോരുന്നില്ല. ഒരൊറ്റ വാക്ക് മാത്രമേ അബൂ ഉബൈദക്ക് എഴുതാനുണ്ടായിരുന്നുള്ളൂ, ഞാൻ പോരുന്നില്ല. ഈ ദൂതനുമായി കത്ത് ഉമർ റളിയല്ലാഹു അൻഹു വായിച്ചു. അബൂ ഉബൈദ വരുന്നില്ലത്രേ. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അബൂ ഉബൈദത്ത് മരിച്ചോ? കത്ത് വായിക്കുമ്പോൾ ഉമറിന്റെ അടുത്തിലുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, ഇല്ല, മരിക്കാറായിട്ടുണ്ട്, മരിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് രണ്ടാമതായി കിട്ടുന്ന ഖാസിയയിൽ നിന്ന് രണ്ടാമതായി കിട്ടുന്ന സന്ദേശം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കോളറ പിടിപെട്ട് മരിച്ചു എന്നതായിരുന്നു. ആരാണ് ഈ കോളറക്ക് മുമ്പിൽ നിലനിൽക്കുവാൻ അബൂ ഉബൈദത്തിന് നൽകിയ പ്രചോദനം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘട്ടങ്ങളാണിത്. നേരത്തെ സുഹൈൽ മൗലവി പറയുകയുണ്ടായി, ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കുമ്പോൾ അവിടെ പാൽക്കാരിയായ ഒരു പെണ്ണ്, ഒരു തള്ള പെൺകുട്ടിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്തിന്? എഴുന്നേൽക്ക് പെണ്ണെ, നേരം വെളുക്കാറായി, നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പാലിന് ലേശം വെള്ളം ചേർത്തിയിട്ട് വേണം നമുക്ക് അങ്ങാടിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ. ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്? ഉമ്മന്റെ തിരിച്ചടി ഉമറിന് കാണുന്നുണ്ടോ? ഒറ്റയ്ക്ക് പാലിൽ വെള്ളം ചേർക്കുന്നത് ആരറിയാം? നമുക്ക് കൂടുതൽ ലാഭിക്കട്ടെ. ഈ വീട് തിരിച്ചറിഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. ഖലീഫയാണ് ഉമർ. ഖലീഫ നേരിട്ട് വീട്ടിലേക്ക് പോയത് എന്തൊരു തരത്തിലുള്ള ചിന്തയോട് കൂടിയാണെന്നറിയാമോ? പാലിൽ വെള്ളം ചേർക്കുന്ന ഈ ഉമ്മയെയും പാലിൽ വെള്ളം ചേർക്കരുതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നീ ഉമർ ഇവിടെ കാണുമ്പോ പെണ്ണേ എന്ന് മകളോട് ചോദിക്കുന്ന ഉമ്മയോട് തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്നാണ് മകൾ. ഉമർ കാണുന്നില്ലെങ്കിലും നമ്മളെ സൃഷ്ടിച്ച പടച്ചവും കാണൂലെ ഉമ്മ പാലിൽ വെള്ളം ചേർക്കുന്നത്. ഈ തരത്തിൽ സംസ്കരണത്തിന്റെ പരമോന്നതിയിലെത്തിയ ഒരു മനസ്സിന്റെ ഉടമയായ ഒരു പെൺകുട്ടിയെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന ചിന്തയോടുകൂടിയാണ് ആ ഭരണകർത്താവ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ആസിം റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു, മകൻ ആസിമ്, നിനക്ക് നല്ലൊരു കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അള്ളാഹുവിനെ പേടിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം, പാഠപുസ്തകത്തിൽ പോലുമുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ കല്യാണം കഴിക്കാൻ. ശരി, ഉപ്പാന്റെ സമ്മതം എങ്കിൽ ഈ കുടിലിരിക്കുന്ന പാലിൽ വെള്ളം ചേർത്താൽ ഉമർ അറിയുകയില്ലെങ്കിലും അടുത്ത തമ്പുരാൻ അറിയുമെന്ന് പറയാൻ മാത്രം വിശ്വാസം ഉയർന്ന ആ പാൽക്കാരി പെൺകുട്ടിയെ, അനാഥയായ പെൺകുട്ടിയെ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാൻ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാനസിക മാറ്റം, ആ കല്യാണം സ്വീകരിക്കുവാൻ ആസിം ഇബ്നു ഉമറിനുണ്ടായ മാനസിക മാറ്റം, ആ തരത്തിലൊരു പ്രഖ്യാപനം നടത്തുവാൻ ഈ പെൺകുട്ടിക്കുണ്ടായ മാനസിക മാറ്റം, അതെന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളാണ്, നമ്മുടെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. വൈവാഹിക രംഗത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നപ്പോൾ ബിലാലിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആളാണ് അബൂ റുവൈഹത്ത്. അവതാരം അബൂ റുവൈഹത്ത് ഒരിക്കൽ യജമാനെ പോലെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ബിലാലിനോട് പറയുന്നു, സഹോദര, എനിക്ക് യമനിലുള്ള ഒരു പെണ്ണിനെ കെട്ടണം, ഒരു പെണ്ണ് കെട്ടാൻ ആഗ്രഹം, നിങ്ങളൊന്ന് ഒരു റെക്കമെൻഡ് ചെയ്യണം, ഒരു ശുപാർശ നിങ്ങൾ പറഞ്ഞാലേ കിട്ടുള്ളൂ. അബൂ റുവൈഹത്തിന് ആളുകൾക്കറിയില്ല, ബിലാലിനെ ആൾക്ക് അറിയും. യമൻകാരി പെൺകുട്ടിയെ ബിലാൽ ഞാൻ പറഞ്ഞോളാലോ,
പെണ്ണിന്റെ വാപ്പാന്റെ വെച്ച് ബിലാൽ റളിയല്ലാഹു ശുപാർശ ചെയ്യുന്നു, ഇതെന്റെ സ്നേഹിതൻ അപൂർവയത്താണ്, ഞാൻ ബിലാൽ ഇബ്നു റവാഹാണ്, നിങ്ങൾ അറിയാലോ, ആള് എന്റെ സ്നേഹിതൻ എന്നെ സംരക്ഷിച്ച് വളർത്തിയ ആളൊക്കെ തന്നെയാണ്. പക്ഷെ മോശമാണ്, സ്വഭാവമൊക്കെ മോശമാണ്, ദീനും കാര്യമായിട്ടൊന്നുമില്ല. മണി നിങ്ങളെ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ എന്നോട് ശുപാർശ ചെയ്യാൻ പറഞ്ഞതാണ്. ശരി, കെട്ടിച്ചു കൊടുത്തു. പക്ഷെ ഇവിടെ ഈ ശുപാർശ ആഫീസിൽക്കാരെ ശുപാർശ ചെയ്യാറുണ്ടല്ലോ നമ്മൾ, ഇല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഔദ്യോഗിക രംഗത്തിലേക്ക് നമ്മൾ കടന്നു വരും. ശുപാർശ ഇതെന്റെ യജമാനെ പോലെ ഞാൻ എന്നെ വളർത്തിയ ആളാണ് മദീനത്ത്, ഇതെന്റെ സ്നേഹിതനാണ് അപൂർവയത്ത്. പക്ഷെ ആള് ദീനിലും മോശമാണ്, സ്വഭാവം മോശമാണ്, ആണികൾ കെട്ടിച്ചെടുത്താണ്, ശുപാർശ ചെയ്യാറ് ഞാൻ. ശുപാർശയുടെ രംഗത്ത് സത്യബദ്ധത പാലിക്കുവാനും അപൂർവയത്തിന്റെ വ്യക്തിത്വം അത് അതേപടി തന്നെ കാണിക്കുവാനും തയ്യാറായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ എഴുതാൻ മാത്രമുള്ളതല്ല, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഔദ്യോഗിക രംഗത്തെ ശുപാർശയുടെ രംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ഇതുകൾ മാത്രമാണ്, ചില വളർത്തുതിരികൾ മാത്രം. ശുപാർശ ഔദ്യോഗിക രംഗം, മറ്റുള്ള രംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിന് ആളെ പറഞ്ഞേക്കുക. നോക്കൂ, സക്കാത്തിന് ആളെ പറഞ്ഞേക്കുക. സക്കാത്തിന് ആള് പോയിങ്ങനെ സക്കാത്ത് തിരിച്ച് കണ്ടമാനം ഒട്ടകങ്ങളും ഈത്തപ്പഴങ്ങളും ഒന്നാകെ കൊണ്ടുവരുന്നു. അങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് ഒട്ടകങ്ങൾ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഈത്തപ്പഴങ്ങൾ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നബി ഇതാ സക്കാത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ, അപ്പൊ അത് സക്കാത്തല്ല, ഇത് ഞങ്ങൾക്ക് കിട്ടിയതാ, ഞങ്ങൾ പോയപ്പോ ആൾക്കാർ രോഗിക്കാർ ഞങ്ങൾക്ക് തന്നതാണ്. ഈ ഒട്ടകങ്ങളും ഈ ഈത്തപ്പഴക്കാർ സക്കാത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടല്ല, ഞങ്ങളെ കുടിക്കൊണ്ടാണല്ല. പ്രവാചകൻ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങളുടെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗിക്കാരും ഒട്ടകവും ഈത്തപ്പഴവും തരുമായിരുന്നു. വീട്ടിലിരുന്നാൽ പിന്നെങ്ങനെ നിങ്ങളത് വാങ്ങി? ഞാൻ സക്കാത്തിന് പറഞ്ഞയച്ചപ്പോ നിങ്ങൾക്ക് അവരെ തൊന്നു രോഗിക്കാരില്ലേ, മാറ്റേ കൊട്ടര ഒട്ടകത്തിന് ഇവിടെ ഒക്കെ. നിങ്ങൾ നോക്കൂ, മലപ്രവർത്തനത്തിന് സ്ഥാപന കെട്ടിട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ രംഗത്ത് വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അപകടകരമായ ഒരു തെറ്റിലേക്കുള്ള വ്യക്തമായ ഒരു സൂചനയാണെന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ തരത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, ഉണ്ടായ ചരിത്രമാണുള്ളത്. ജീവിതത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടായ ചരിത്രമാണുള്ളത്. ഈ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാണ്. ഉസാമത്ത് റളിയല്ലാഹു അൻഹു നബിയുടെ ഒരു അടിമന്റെ മകനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസാമത്തിനെ യുദ്ധത്തിന് പറഞ്ഞയക്കുകയാണ് വിദേശ രാജ്യങ്ങളുമായിട്ട്. ഉസാമത്ത് ഒട്ടകപ്പുറത്ത് കമാൻഡറാ ഉസാമത്ത്. അബൂബക്കർ ഖലീഫയാണ്, ഖുറൈശി തറവാട്ടിലെ പ്രമുഖനായ ഖലീഫ, ആദ്യത്തെ ഖലീഫ. ഖലീഫ നടക്കുകയാണ് ചെരുപ്പില്ലാതെ നിലത്ത് കൂടി. അടിമയുടെ മകൻ സെയ്ദ് ഇബ്നു ഹാരിസത്തിന്റെ മകൻ ഉസാമ ഒട്ടകപ്പുറത്ത് മാനിതായി നടക്കുകയാണ്. ഉസാമത്തിന് സഹിക്കുന്നില്ല, അവര് ഇൻഫീരിയോറിറ്റി. ഖലീഫ നടക്കുക, ഞാനിങ്ങനെ ഒട്ടകപ്പുറത്ത് ശരിയല്ല. ഉസാമ പറയുന്നു, ഖലീഫ ഒന്നുകിൽ നിങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ ഞാനും ഒട്ടകപ്പുറത്തിൽ നിന്ന് ഇറങ്ങി നടക്കാം, നമുക്ക് രണ്ടുപേർക്കും കൂടി നടക്കാം. നിങ്ങൾ നടക്കുന്നത് ശരിയല്ല. നോക്കൂ, ഉസാമത്ത് അബൂബക്കർ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ കാണും. എടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ പള്ളിക്കാട് കാര്യത്തിൽ കാരണോൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്താവോ മുമ്പ് കൂടിയല്ല കാരി വരാൻ, അല്ലെങ്കിൽ എന്താവോ കാരണോൽ ഇരിക്കുന്ന ചേറ്റമടിമൽ ഇരിക്കാൻ. നമ്മുടെ നാട്ടിലില്ലേ ഈ പ്രമാണിത്വത്തിന് എതിരെയാണ് ഉസാമത്ത് റളിയല്ലാഹു അൻഹു ഇവിടെ നിലകൊള്ളുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലകൊള്ളുന്നത്. നിങ്ങൾ ഖലീഫയായതുകൊണ്ട് നിങ്ങൾ ഈ ഒട്ടകപ്പുറത്തിരിക്കുന്നത് ശരിയല്ല ഞാൻ എന്ന് പറഞ്ഞ അടിമയുടെ പുത്രൻ ഉസാമത്തിനോട് നിങ്ങൾ അവിടെ ഇരിക്കണം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാനിവിടെ നടക്കണം, അതും അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ അവിടെ ഇരിക്കൂ, നിങ്ങൾ ഇവിടെ യുദ്ധത്തിന്റെ കമാൻഡറാണ്, ഞാൻ ഈ യുദ്ധത്തിന്റെ അയക്കുന്ന ഇതിന്റെ ഒരു പ്രവർത്തകനാണ്, അതുകൊണ്ട് ഞാനിവിടെ നടക്കാം, ഖലീഫ നടന്നോളാം, നിങ്ങൾ കയറിയിരിക്കൂ. അതിർത്തി പ്രദേശത്തിലെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യം, എല്ലാവരും യുദ്ധത്തിന് പോയാൽ മദീനത്ത് ആരുണ്ടാവുമല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയെങ്കിൽ മദീനത്ത് ഭരണകാരൻ നോക്കാൻ.
കമാൻഡറുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു ഖലീഫ. ആ കമാൻഡർ ആരാന്നറിയാമോ? അടിമയുടെ മകൻ. ഉമറിനൊന്ന് വിട്ടുതരോ? ഉമർ ഖത്താബിനൊന്ന് വിട്ടുതരോ മദീനത്തേക്ക്? നിങ്ങളെ കീഴിലുള്ള എന്നവർ വലിയ സൗകര്യമായിരുന്നു. ഉസാമത്ത് വിട്ടുകൊടുക്കുന്നു ഉമറിന്. നേതൃത്വം, കമ്മിറ്റി പ്രസിഡന്റും സംഘടനാ നേതൃത്വവും സമൂഹത്തിലെ മഹല്ലത്തിലെ നേതൃത്വത്തിനോടൊക്കെയുള്ള മര്യാദയാണ് ഈ കാണുന്നത്. അവിടെ തറവാടിത്തും വലിപ്പുമല്ല. അള്ളാഹു തആല ഏൽപ്പിച്ചു കൊടുത്ത അമാനത്ത് അതാര് നിർവഹിക്കുന്നു അവരെ ആ നിലക്ക് പാലിക്കുക എന്നുള്ള ആ തത്വം, ഇതാണ് നമ്മളുടെ ജീവിതത്തിലുണ്ടായത്. അതൊക്കെ വളരെ ചില വിളക്കുകൾ, വഴിവിളക്കുകൾ മാത്രമാണ് പ്രവാചകന്റെ കാലത്ത്. ഉമർ റളിയല്ലാഹുവിനോട് അബൂ സുഫിയാനും അതുപോലെയുള്ള മഹാന്മാരെ സുഹൈലൊക്കെ സമ്മതം ചോദിക്കാൻ വീട്ടിൽ കയറാൻ വേണ്ടി ഖലീഫ അബൂ സുഫിയാൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാ നമുക്കറിയാലോ. അബൂ സുഫിയാൻ, അവര് അബൂ സുഫിയാനാണ് അറിയില്ലേ. സുഹൈല് ഖുറൈശികളിൽ ഏറ്റവും വലിയ പ്രമുഖനാണ്. വീട്ടിൽ വാതിൽക്കൽ നിൽക്കുക ഉമറിന്റെ വീട്ടുകാരെ എല്ലാരും വീട്ടിലും പത്തമാരി കരുതില്ലാൻ പാടില്ലല്ലോ, സലാദില്ലിക്കൊള്ള കരുതില്ലാൻ പാടുള്ളൂ. ആ കൂട്ടത്തില് ബിലാലുണ്ട്, യാസിറുണ്ട്. ബിലാൽ ആ കറുത്ത് മുരടിച്ച സഹാബി. യാസിർ കുടുംബത്തിൽ ആ സുഹൈബ്, ആ പാവപ്പെട്ട അടിമ സഹാബി, ഒരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ വാതിലോർന്നു. കുറെ ആളൊക്കെ ബിലാല് വാ ഖലീഫന്റെ വീട്ടിൽ കാണുന്നു. സുഹൈബിന്റെ കാര്യമോ കൂട്ടുകാരി ആരാണ് ഒഴിവാക്കുന്നത് അറിയാമോ? അബൂ സുഫിയാന്, സുഹൈലിനെ. ഇവർ ബോയ്ക്കോട്ട് ചെയ്യാണ് സുഹൈബ്. ഞങ്ങളൊക്കെ പറഞ്ഞ മൂപ്പന്മാര് തറവാട്ടുകാരുണ്ടായിട്ട് ഈ ജാതി ആളുകളെ ആദ്യം കയറ്റിയത് പറഞ്ഞു. ബദറിൽ പങ്കെടുത്ത കൂട്ടര ഓലക്ക അന്റെ മാതിരി പിൽക്കാലത്ത് ഇസ്ലാമായ ആളുകളല്ല. ഇസ്ലാമിൽ അത്തക്കാർക്ക് ഓലക്കാണ് തറവാടിത്വം. പ്രവാചകൻ ആ ഉമറിനെ പോലെയുള്ള ഖുറൈശി തറവാട്ടുകാരെയൊക്കെ ഇസ്ലാമികവൽക്കരിച്ച, അതിനുള്ള ഒരു അവസ്ഥയിലെത്തിച്ച ആ മാനസിക മാറ്റം നിങ്ങൾ നോക്ക്. ആ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഒറിജിനൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്കും സാക്ഷികളായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിത്തറയിട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. ആ ജീവിതത്തിനെ നമ്മളെ സമൂഹത്തിലും വൽക്കരിക്കുക. ഈ സമൂഹത്തിൽ കുപ്പായമിടാത്ത ഒരു അടിസ്ഥാന വർഗമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ആ അടിസ്ഥാന വർഗത്തിലേക്ക് നമ്മൾ ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി, വളരെ ത്യാഗമനസ്ഥിതിയോടുകൂടി ഇറങ്ങി ചെല്ലുക. എങ്കിൽ അള്ളാഹു നമ്മളെ കൈയൊഴിക്കുകയില്ല. അല്ലാത്ത കാലത്തോളം നമുക്ക് ഈ ബഹളങ്ങൾ നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹു നമ്മളെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.